ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. സോ രാവിലെ തന്നെ എണീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. ഇവിടെയും അതേ നല്ല മഴയാണ്. അപ്പം ഞാനിന്ന് നേരത്തെ എണീച്ചു. 8:30 സമയത്ത് എന്താണ് ഞാൻ എണീച്ചത്. സാധാരണ ഞാൻ ആ സമയത്ത് എണീക്കലില്ല. ഇന്ന് വ്ലോഗ് എടുക്കാന്നുള്ള രീതിയിൽ എണീച്ചതാണ്. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നേരെ ഫുഡ് എടുത്തു. അപ്പോൾ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിരിയും ചിക്കൻ കറിയും. അങ്ങനെ എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കൽ. സോ ഇതൊരു ലേസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. കാരണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഈ ഫുഡ് കഴിക്കലും ടി വി കാണലും ഉറക്കമൊക്കെ തന്നെയാണ് എൻ്റെ ഒരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൊറിയർ എടുക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മിസ്സും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ അടുത്താണ് DTDC കൊറിയർ. അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്. സോ ഞാൻ വേഗം പോയി കൊറിയർ കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് സംഭവമാണ്. വേറെ ഒന്നല്ല, എനിക്കൊരു ഗീവ് അവേ പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പാക്കേജ് വന്നതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ചെറിയൊരു പാക്കേജായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വലിയ എന്തൊരു സംഭവം പോലെയാണ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, ഇനി പാക്കേജ് മാറിപ്പോയോ അതോ അവർക്ക് മാറിപ്പോയോ, ഇത് എന്താണെന്ന് ഓർത്തുപോയി. അങ്ങനെ വീട്ടിൽ വന്നു. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. എന്താ ഉള്ളിലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അൽക്കോഫ് ഷാളായിരുന്നു. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. കോട്ടൺ ഹിജാബ്സും ജെയ്സിയും പിന്നെ മൊജയും അങ്ങനെ ആയിട്ടായിരുന്നു അവർ വെച്ചത്. അതുകൊണ്ടാണ് അത്രയും വലിയ പാക്കേജായിട്ട് തോന്നിയത്. സോ ഞാനപ്പോൾ അവർക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. മിച്ചൂറിന് പോയി കുളിക്കാൻ. അപ്പോൾ അനിയത്തി ദേ ഇവിടെ മുഖത്ത് പറ്റാൻ വേണ്ടിയിട്ട് തൈരും കടലമാവൊക്കെ വെച്ചിട്ട് കടലമാവ് വെച്ചിട്ട് എന്ത് സംഭവമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് തരാൻ പറഞ്ഞു. കാലൊക്കെ പിടിച്ചിട്ടാണ് അവൾ തന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ തേച്ച് അങ്ങനെ നിൽക്കലായിരുന്നു. പിന്നെ ഉമ്മിച്ചി അടുക്കളയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും വിചാരിച്ച് ഞാൻ അടുക്കളയിലേക്കൊന്നും ചെന്ന് നോക്കി. നേരത്തേക്കുള്ള ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. സോ ഇന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചിക്കനാണ് ഗൈസ്. സോ ചിക്കനുള്ള മസാല കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അവിടെ നിന്നൊരു ചിക്കൻ പീസ് തരുമെന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് കൈകാലൊക്കെ പിടിച്ചിട്ടാണ് അവർ തന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി നേരെ കുളിക്കാൻ വേണ്ടി പോയി. പിന്നെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ നല്ലൊരു സമാധാനം കിട്ടി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ക്യാബേജ് തോരൻ, പപ്പടം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കൂടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ഈ ചോറ് വയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ TV കാണണം. അപ്പോൾ ഞാൻ TV ഒക്കെ കണ്ട് നല്ല സമാധാനത്തോടെ ആ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങാറൊന്നുമില്ല. ഞാൻ ഇരുന്ന് TV കാണൽ തന്നെയാണ്. പിന്നെയും കുറച്ച് നേരം TV കാണും, മൊബൈലിൽ കാണും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഉറങ്ങൽ അങ്ങനെ ഇല്ല. ഞാൻ ഒരു 3:30 മണി ടൈമായപ്പോൾ ഉമ്മിച്ചോറൊന്ന് കടയിൽ പോയിട്ട് വരാൻ, പായസം ഉണ്ടാക്കാം. അപ്പോൾ പായസത്തിൻ്റെ മിക്സൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് വേഗം ഇറങ്ങി. അപ്പോൾ ചെറുതായിട്ട് മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം കടയിലെത്തി. സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നു. എനിക്കപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. ഒരു അബായൊക്കെ എടുത്തിട്ടു. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും റെഡി ആവുന്നില്ല. ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനും അനിയത്തി കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ എന്തോ ഉള്ളൂ ആണ്ട് വീട്ടിലേക്ക്. സോ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യണതിന് മുമ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ കറക്റ്റ് ഇറങ്ങാറായപ്പോൾ നല്ല രീതിക്ക് കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്യില്ലായിരിക്കും, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ആയപ്പോഴത്തേക്കും നല്ല മഴയും കാറ്റും പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആകെ പെട്ടുപോയി. ഞങ്ങൾ വേഗം ഒരു കടയിൽ കയറിയിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് കാറ്റും ഞങ്ങളുടെ കോട്ടൊക്കെ പറന്നുള്ള രീതിയിലുള്ള നല്ല കാറ്റായിരുന്നു. ഞങ്ങൾ ആകെ പെട്ടുപോയുള്ള രീതിയിലായിപ്പോയി. നല്ല കാറ്റും മഴയായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കാറ്റ്. അപ്പോൾ പിന്നെയും കുറച്ചിനും കൂടി അവിടെ നിന്നു. അങ്ങനെ പിന്നെ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. വേഗം തന്നെ പോയി. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു സാധനം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പിന്നെ വീടൊക്കെ എത്തി. അപ്പോൾ ഉമ്മച്ചി നല്ല പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂട് പായസം. അങ്ങനെ അതൊക്കെ ഇരുന്ന് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പാലടയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ എല്ലാത്തിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം പാലടയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് കുടിച്ചു. പിന്നെ മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കൊടുത്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം നല്ല മഴയായിരുന്നു പുറത്ത്. അങ്ങനെ പിന്നെ മഴയൊക്കെ കണ്ട് കുറേ നേരം പുറത്തങ്ങനെ ഇരുന്നു. പിന്നെ രാത്രിയൊക്കെ തന്നെ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ബോറടിച്ചിരുന്നപ്പോൾ ജേണൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടേബിളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്, പക്ഷേ അത് ഓണായിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ ആ വീഡിയോ ഒന്നും കാണുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ജേണൽ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിൻട്രസ്റ്റിൽ ചുമ്മാ നോക്കണതാണ്. അങ്ങനെ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒന്നും കണ്ടില്ല. അങ്ങനെ കുറേ നേരം നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സംഭവം കണ്ടു. അങ്ങനെ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എനിക്കും തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ക്യാരംസ് കളിക്കാൻ പോയി. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാരംസ് മസ്റ്റാണ്. പിള്ളേരെല്ലാവരും ഇരുന്ന് ഉമ്മച്ചിയും മായും എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ക്യാരംസ് കളിക്കൽ പതിവാണ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ തോറ്റവർ പിന്നെ ജയിച്ചവർ തോറ്റവർ കളിയാക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ ഒരു അടിയൊക്കെ ഉണ്ടാവലുണ്ട് ചുമ്മാ പിള്ളേരായിട്ട്. അങ്ങനെ അതൊക്കെ കളിച്ചു. അപ്പോൾ ഒരു 8 മണി 9 മണി സമയമൊക്കെ ആയി. അപ്പോൾ ഉമ്മച്ചി അടുക്കളയിൽ എന്തോ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് നോക്കി. അപ്പം എന്താടാ രാത്രി മന്തിയായിരുന്നു. ഉച്ചക്ക് ബിരിയാണി മന്തിയൊന്നും ഉണ്ടാക്കത്തുകൊണ്ട് ഉമ്മിച്ച് രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പം മന്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം കഴിക്കാൻ വേണ്ടി വന്നു. 9 മണി സമയമായി. സാധാരണ ഞങ്ങൾ ആ സമയത്ത് കഴിക്കലുണ്ട്. അപ്പോൾ വേഗം തന്നെ മന്തി ആയതുകൊണ്ട് ഉഷാറായി കഴിക്കാൻ. അങ്ങനെ വേഗം കൈയൊക്കെ കഴുകി വേഗം വന്ന് മന്തിയൊക്കെ എടുത്തു. തിന്ന് കഴിക്കുന്നേക്കാളും എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന മന്തിയാണ് ഭയങ്കര ഇഷ്ടം. ഉമ്മച്ചി ഉണ്ടാക്കുന്ന മന്തി നല്ല ടേസ്റ്റാണ്. അങ്ങനെ മന്തി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം വരൽ മസ്റ്റാണല്ലോ. പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേഗം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നിസ്കാരം പരിപാടികളെല്ലാം കഴിഞ്ഞു. വേഗം പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരത്തെ കടയിൽ പോയപ്പോൾ ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യൂട്യൂബർ കണ്ട് ഞാൻ അതിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഡേ ഇൻ മൈ ലൈഫ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷനിൽ ചെയ്യുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുകയാണെങ്കിലാണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ.